എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ട്. എന്നാൽ മറ്റേ കാര്യത്തിൽ തള്ളി പറഞ്ഞിട്ടുമില്ല. കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തള്ളി പറയാത്തത്. CPM നേതൃത്വം മറുപടി പറയണം. എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാളുമായി CPM-ന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത്? ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി ട്രെയിനിൽ പോലും യാത്ര ചെയ്യുന്ന ആളല്ല. വളരെ അപൂർവമായിട്ടാണ്. ഈ അടുത്ത കാലം എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്, ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ ചർച്ച? എന്തായിരുന്നു ഇവരുടെ ഡീൽ? ഇത് ജനങ്ങൾ അറിയണ്ടേ? അപ്പോൾ CPM-ന് നേതാക്കളെല്ലാം ഇതേ ഒരു നിയന്ത്രണമില്ല. ഏത് നേതാവിനും പോയി, എത്ര വലിയ നേതാവിനും പോയി BJP-യുമായി ചർച്ച നടത്താം. CPM-ന്റെ തീരുമാനമാണോ? ഔദ്യോഗിക തീരുമാനമാണോ ഇത്? ഇങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരവാദമാണോ ഇത്? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ RSSന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ എപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ? ഈ പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പോൾ കഴിഞ്ഞു പോയത്? ഇത് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇന്നലെ ശിവൻ്റെ കഥയാണ് പറഞ്ഞത്, ചൊല്ല് പറഞ്ഞത്. അത് ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് രണ്ടുപേരും ഉത്തര മലബാറുകാരായതുകൊണ്ട് വടക്കം പാട്ടിലൊരു ഈരടിയുണ്ട്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതാണ് കുറച്ചുകൂടി ചേരുന്ന ഈരടി. ഈ ഇ പി ജയരാജൻ ചെയ്ത, പിണറായി വിജയൻ ചെയ്ത ചെയ്ത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ്. വടക്കം പാട്ടിലെ ഈരടികളാണ്.